സ്കൂളിൻ്റെ നിയമമനുസരിച്ച് സ്കൂളിൽ കുട്ടി വന്നുകൊള്ളാമെന്ന് പറഞ്ഞ കുട്ടിയുടെ പിതാവ് തന്നെ ഇപ്പോൾ കുട്ടിയെ സ്കൂൾ മാറ്റുന്നു എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണമാണ് ശ്രദ്ധേയം. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഒരു ശിരോവസ്ത്രം ധരിച്ച ടീച്ചർ, അതായത് ഒരു കന്യാസ്ത്രീ, സ്കൂളിൽ ഒരു പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കുന്നത് എതിർക്കുന്നു എന്നത് വിരോധാഭാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബഹുമന്ത്രി, താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കന്യാസ്ത്രീയല്ല സ്കൂളിൽ ഹിജാബ് വിലക്കിയത്. അത് ആ സ്കൂളിൻ്റെ നിയമമാണ്. മറ്റൊരു കാര്യം, ഹിജാബും കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവും എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയല്ലേ ഇവിടെ വിരോധാഭാസം. കന്യാസ്ത്രീയാകാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കി വർഷങ്ങൾക്ക് ശേഷമാണ് കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം ലഭിക്കുന്നത്. അതിനെ വളരെ ലാഘവത്തോടെ ഒരു ഹിജാബിനോട് ഉപമിച്ച അങ്ങും അങ്ങയുടെ പദവിയും തമ്മിൽ വല്ലാത്ത വിരോധാഭാസമാണല്ലോ. ഇതെല്ലാം കേൾക്കുമ്പോൾ അങ്ങ് ആർക്കോ വേണ്ടി, ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രം എന്നത് ഒരു വിശുദ്ധ വസ്ത്രമാണ്. അത് എല്ലാ ക്രൈസ്തവ പെൺകുട്ടികൾക്കും തോന്നുമ്പോൾ തോന്നുന്ന പോലെ ഉപയോഗിക്കാനുള്ളതുമല്ല. അത് ലഭിക്കണമെങ്കിൽ ഒരു വിശുദ്ധമായ പദവിയിലെത്തണം. മറ്റൊരു കാര്യം, അതൊരു കന്യാസ്ത്രീക്ക് അവരുടെ കോൺഗ്രിഗേഷൻ നിഷ്കർഷിക്കുന്ന അവരുടെ യൂണിഫോം കൂടിയാണ്. അത്തരത്തിൽ രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും എല്ലാ നിയമങ്ങളും പാലിച്ച് ഒരു കന്യാസ്ത്രീ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സ്കൂൾ നിയമം അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മതനിയമം സ്കൂളിൽ വേണമെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ പക്ഷം ചേരുന്നത് എന്ത് മോശമാണ് ബഹുമന്ത്രി. ഒന്നും വേണ്ട, കഴിഞ്ഞ 2022 അങ്ങയുടെ സർക്കാർ തന്നെ സ്റ്റുഡൻസ് പോലീസിൽ ഹിജാബ് വിലക്കി ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത് ഹിജാബ് ധരിക്കുന്നത് കുട്ടികളിൽ തുല്യത ഉണ്ടാക്കില്ല, മതനിരപേക്ഷത ഉണ്ടാകില്ല എന്നൊക്കെയാണ്. അപ്പോൾ അതേ ഹിജാബ് പള്ളുരുത്തി ക്രൈസ്തവ സ്കൂളിൽ വന്നപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണത് വിശുദ്ധമായത്? അന്നും സർക്കാരിനെതിരെ പോയത് ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിക്ക് മനപ്രയാസവും വന്നില്ലേ ബഹുമന്ത്രി? അപ്പോൾ സ്റ്റുഡൻറ് പോലീസിലോ NCCയിലോ പട്ടാളത്തിലോ ഹിജാബ് പാടില്ല, അവിടെ യൂണിഫോം വേണം. പക്ഷേ ക്രൈസ്തവ സ്കൂളിൽ നമ്മൻ്റെ മതം പറയുന്ന പോലെ പോകണം അല്ലേ? ഇതാണ് ബഹുമന്ത്രി നല്ല അസൽ വിരോധാഭാസം. സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ്, മതം സ്കൂളിൽ മാത്രം എന്നതാകണം സർക്കാർ നിലപാട്. നന്ദി.